നമസ്കാരം. ടോക്ക് 90 മിനിറ്റ്സിന്റെ മറ്റൊരു വീഡിയോയിലോട്ട് വീണ്ടും സ്വാഗതം. ഇന്നലെയും ഇന്നുമായിട്ട് ലോക ഫുട്ബോളിലെ രണ്ട് ഇതിഹാസ താരങ്ങളായ മെസ്സിയും റൊണാൾഡോയും എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത്. മെസ്സി ഇന്റർ മിയാമിയെ ചരിത്രത്തിൽ ആദ്യമായി ഏഷ്യൻ കോൺഫറൻസിന്റെ ഫൈനലിൽ എത്തിച്ചിരിക്കുകയാണ്. അതും തന്റെ റെക്കോർഡ് നേട്ടത്തോടൊപ്പം 1300 ഗോൾ കോൺട്രിബ്യൂഷൻ എന്ന റെക്കോർഡ് മെസ്സി 1135 മത്സരങ്ങളിൽ നിന്ന് പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഇനി ശേഷിക്കുന്നത് റെക്കോർഡ് 3 മാത്രമാണ് മെസ്സിക്ക് സ്വന്തമാക്കാനുള്ളൂ. അതിന്റെ വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോ ചരിത്രത്തിൽ ആദ്യമായി ഇന്റർ മിയാമിയെ ഫൈനലിൽ എത്തിച്ചുകൊണ്ട് മെസ്സി തന്റെ റെക്കോർഡ് നേട്ടം സ്വന്തമാക്കി. മെസ്സി ആരാധകർക്ക് അത് ഒരു വിരുന്ന് തന്നെയായിരുന്നു. എന്നാൽ മറുവശത്ത് ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന വ്യക്തി തന്റെ ആരാധകർക്ക് കൊടുത്തിരിക്കുന്നത് അന്യായം എന്ന് വേണമെങ്കിൽ പറയാം. 2017-2018 ചാമ്പ്യൻസ് ലീഗിന്റെ ക്വാർട്ടർ ഫൈനലിൽ ജുവന്റസിന് നേരെ റയൽ മാഡ്രിഡിന് വേണ്ടി ക്രിസ്ത്യാനോ റൊണാൾഡോ ഒരു അക്രോബാറ്റിക് ഗോൾ നേടുകയുണ്ടായി. അന്യായ ഗോളായിരുന്നു അത്. ആ ഒരു ഗോളിനെ സാമ്യം തോന്നിപ്പിക്കും വിധം അൽ നാസറിന് വേണ്ടി ഇന്നലെ തന്റെ 40-ാം വയസ്സിലും റൊണാൾഡോ ഗോൾ നേടുകയുണ്ടായി. അസാധ്യം. അത് സമ്മതിച്ചു കൊടുത്തേ പറ്റൂ. കാരണം ഈ ഒരു പ്രായത്തിലും അദ്ദേഹം കൊടുക്കുന്ന ഡെഡിക്കേഷൻ, ഗോളടിക്കാനുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു ആവേശം, അത് അഭിനന്ദിച്ചേ പറ്റൂ. അപ്പോൾ ഈ ഒരു രണ്ട് താരങ്ങൾ ഈ ഒരു പ്രായത്തിലും 40-38 വയസ്സ് പ്രായത്തിലും തങ്ങളുടെ ടീമിന് വേണ്ടിയിട്ട് പുറത്തെടുക്കുന്ന പ്രകടനം, അത് പല കളിക്കാർക്കും സ്വപ്നമായിരിക്കും. അവരുടെ ഇപ്പോഴത്തെ മികച്ച കളിക്കാരായിക്കോട്ടെ, ഇനി വരാൻ പോകുന്ന കളിക്കാരായിക്കോട്ടെ, അവരുടെ ഈ ഒരു പ്രായത്തിൽ ഈ ഒരു പ്രകടനം അവർക്ക് അസാധ്യമായിരിക്കും. 2026 മാർച്ച് വേൾഡ് കപ്പ് നടക്കുന്ന സമയത്ത് ഇരു പേരുടെയും മികച്ച പ്രകടനം കാണാൻ കഴിയട്ടെ എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. 2026 ലോകകപ്പിന് ശേഷം ഇരുവരുടെയും കരിയർ എന്താകുമെന്നുള്ള ചോദ്യം ഇപ്പോഴും ബാക്കിയാണ്. എന്ന് തന്നെയായാലും ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന പല താരങ്ങൾക്കും ഈ രണ്ടു പേർ ഒരു ഭീഷണി തന്നെയാണെന്ന് ഞാൻ പറയും. കാരണം അവരുടെ പ്രകടനം ആ രീതിയിലാണ്. അതിനൊരു മങ്ങലേറ്റിട്ടില്ല. 1300 ഗോൾ കോൺട്രിബ്യൂഷൻ നേടിക്കൊണ്ട് മെസ്സി റെക്കോർഡുകൾ സ്വന്തമാക്കുമ്പോൾ ഓൾ ടൈം ഗോൾ സ്കോററായി റൊണാൾഡോ 954 ഗോളോടുകൂടി ഇപ്പോഴും മുന്നിൽ തന്നെയാണ്. 1000 ഗോൾ നേട്ടം എന്ന റെക്കോർഡ് സ്വന്തമാക്കാൻ റൊണാൾഡോയ്ക്ക് അധികം സമയം വേണ്ട. അപ്പോൾ റെക്കോർഡുകൾ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നേടിക്കൊണ്ടിരിക്കുകയാണ്. അവർ നേടട്ടെ. അപ്പോൾ ആരാണ് മികച്ചത്, ആരാണ് മികച്ചവൻ എന്നുള്ള ചോദ്യം ഇപ്പോഴും ബാക്കിയാണ്. അത് നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഒന്ന് കൂടെ നിൽക്കുക. അടുത്ത വീഡിയോ വരുന്നവരെ ബൈ ബൈ.